ഇതുവരെ ഇല്ലാതിരുന്ന 2 മെമ്പേഴ്സിന്, അതായത് അവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് 2 ഗുണ്ടകളെ ഈ ഇലക്ഷൻ പ്രമാണിച്ച് തിരഞ്ഞെടുത്തു, ഞാൻ സുരേഷ് കുമാർ. അപ്പോൾ ഇനി 3ാമതൊരാൾ ഞങ്ങൾ ലൈനിട്ട് വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരും. വെളിയിൽ വെച്ചുള്ള പിഴുപ്പഴക്കൽ വളരെ മോശമാണ്. അത് ആരാണെങ്കിലും അത് ഇനിയെങ്കിലും അത് നിർത്തണം. ഇതുവരെ ഒന്നിനും പ്രതികരിക്കാത്ത ആളാണ് ഞാൻ. മുന്നോട്ട് പ്രതികരിക്കുന്നില്ല. കേസ് കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ചായ അടിക്കാനായിട്ട് അറിയാവുന്ന ആളെ തന്നെ ചായക്കടി ഏൽപ്പിച്ചത് ഏതായാലും നന്നായി. മെമ്പേഴ്സിന് വിവരമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സോഫിയ പോളും ഷെർഗയും വിജയിച്ചു വന്നിരിക്കുന്നത്. ഞാൻ ചന്ദ്ര സാറിനോട് പറഞ്ഞു, സാറ് വന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ഒരു പൈസയും സാറിന് തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കോശി സാറ് 25 വർഷമായി ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭരണാധികാരിയായിട്ട് സാറുടെ വലിയ സേവനമാണ്. സാറ് ഒരിക്കലും വെള്ളം ചേർക്കാത്ത, ഒരു കാര്യത്തിന് പോലും വെള്ളം ചേർക്കാത്ത ഒരാളാണ് സാർ. സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാണ് സാറ്. സാറ് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ അറിയാം. എനിക്ക് വളരെ സങ്കടമുണ്ട് സാർ, സാറിന് ഒരു കേസിലേക്ക് അതിന് ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് പറയുകയാണ്. അങ്ങനെ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും നമുക്കൊക്കെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചോ പഴയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നു വെച്ചാൽ അത് ഇപ്പോൾ ഇനി അത് പറയുന്നത് ഒരു ശരിയല്ലാത്തൊരു കാര്യമാണ്. അത് പറയാൻ പാടില്ല. നമ്മുടെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളെ ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നെയൊക്കെ വളരെ മോശമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും വളരെ മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുകയും വീട്ടിലിരിക്കുന്ന കുടുംബത്തിനെ വരെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചെടുക്കുകയും ചെയ്തതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. അതെല്ലാം ആ സങ്കടവും ക്ഷോഭവും ഒക്കെ നമ്മളിപ്പോൾ മാറി. എൻ്റെ കൂടെ നിന്ന ജൂനിയർ ടീമാണ് ഇന്ന് ഇവിടെ മുമ്പിൽ ഇരുന്ന് അസോസിയേഷൻ്റെ തലപ്പത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട്, ഞാനൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വേണം അവരെ കൊണ്ടുവന്ന് ഇതിന് മുമ്പോട്ട് നയിച്ചു വേണം പോകാൻ. അപ്പം ഞാനൊക്കെ ഇന്ന് മത്സരിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ്. എന്ന് വെച്ചാൽ ഇവരെ പോലുള്ള നമ്മുടെ ജൂനിയറായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരെ മുമ്പോട്ട് വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് ഒട്ടും തെറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അത് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മെമ്പർമാരോട് വേണം അതിനുള്ള നന്ദി പറയാൻ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും ഇവിടുത്തെ മെമ്പർമാർ നിൽക്കോളൂ, അവരോടൊക്കെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അസോസിയേഷൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊരു 300-320 മെമ്പർമാരെ ഇവിടെ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവരെ ബോധ്യപ്പെടുത്തി വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ ഇത് വലിച്ചഴച്ച് ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ചെയ്യണമെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള വേദിയുണ്ട്, നമ്മുടെ ജനറൽ ബോഡിയുണ്ട്. ആ വേദിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കണം. അല്ലാതെ വെളിയിൽ വെച്ചുള്ള പിഴുപ്പഴക്കൽ വളരെ മോശമാണ്. അത് ആരാണെങ്കിലും അത് ഇനിയെങ്കിലും അത് നിർത്തണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവരും എൻ്റെ കൂടെയുള്ള ഒത്തിരി പേർക്കും വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഒത്തിരി ഞാൻ ഗുണ്ടയാണെന്നോ അല്ലെങ്കിൽ എന്തോ വേറെ കാട്ടുകള്ളൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുകൾ നമ്മുടെ പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു. എനിക്ക് അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊന്നുമല്ല നാട്ടുകാരുടെ ഇടയിലല്ല പറയുന്നത്. നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് പറഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ അലക്കി മോശക്കാരാവേണ്ട ഒരു കാര്യമല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇനിയെങ്കിലും അത് അവർക്കൊക്കെ ഒരു പാഠമാവട്ടെ, അവരത് പഠിച്ച് ആ രീതിയിലേക്ക് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങളെ വിജയിപ്പിച്ച ഞങ്ങളുടെ ഫുൾ പാനൽ എല്ലാവരും, ഞങ്ങളുടെ 21 പേര്, 14 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും 7 നമ്മുടെ ഓഫീസ് ബെയറേഴ്സും എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു.
അതിനുള്ള നിസ്സീമമായ നന്ദി എൻ്റെ നമ്മുടെ മെമ്പേഴ്സിന് എന്നോട് പറയുന്നു. അവരാണ് ഞങ്ങളുടെ ശക്തി, അവരാണ് ഞങ്ങളുടെ കരുത്ത്. അവര് ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് വരുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. അതാണ് നമ്മുടെ മെമ്പേഴ്സ്. ഞങ്ങൾ വളരെ സത്യസന്ധം. എന്നും സത്യം ജയിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം ആ ഒരു പ്രോസസ്സിൽ ഇതൊരു സത്യത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജോഷി സാർ, പിന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ലെറ്ററും കൂടെ ബാലൻസ് വായിക്കാനുണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞതാണ്. അതിന് വായിക്കണോ അതോ അപ്പോൾ കമ്മിറ്റിയുടെ മുമ്പാകെ സാങ്ഷൻ കിട്ടിയതായിട്ട് ഓക്കെ. വളരെയേറെ സന്തോഷം. കാരണം കഴിഞ്ഞ 2 വർഷക്കാലം ഇവിടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. ഈ 2 വർഷം കൊണ്ട് ഇതേ വേദിയിലാണ് 2 വർഷം മുമ്പ് പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തത്. അന്ന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മൾ പണിത ബിൽഡിങ്ങിൻ്റെ കോടിക്കണക്കിനുള്ള ബാധ്യത തീർക്കുമെന്ന് ഞങ്ങൾ അന്നത്തെ കമ്മിറ്റി ഇവിടെ പ്രഖ്യാപിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയുമായി സഹകരിച്ച് ആ ഷോ നടത്തി മുഴുവൻ ബാധ്യതയും തീർക്കുകയുണ്ടായി. അതോടൊപ്പം ആ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മളുടെ 35 അംഗങ്ങൾക്കാണ് നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് 35 ഒതുക്കിയത്. അന്ന് 5 കുടം 10 കുടം ചെയ്തവർക്കാണ് കൊടുത്തിരുന്നത്. ഈ കമ്മിറ്റി ഇന്ന് മുതൽ അത് നമ്മൾ പുതിയ പ്രഖ്യാപനം വന്നു. 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ മുഴുവൻ അംഗങ്ങൾക്കും പെൻഷൻ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. വളരെയേറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യം കൂടി ഞാൻ ഇറങ്ങിയാണ്. എൻ്റെ കൂടെ ഈ 2 വർഷം പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം പ്രത്യേകം നന്ദി. പുതിയ കമ്മിറ്റി സുരേഷേട്ടൻ പറഞ്ഞ പോലെ മനോഹരമായ കമ്മിറ്റിയാണ്. പല കാര്യങ്ങളും ചാനലിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ പലതും കേട്ടിട്ടുണ്ടാവും. ഇതുവരെ ഒന്നിനും പ്രതികരിക്കാത്ത ആളാണ് ഞാൻ. മുന്നോട്ടും പ്രതികരിക്കുന്നില്ല. കേസ് കഴിയുന്നതിന് വരെ വെയിറ്റ് ചെയ്യാണ്. സുരേഷേട്ടൻ പറഞ്ഞാൽ അതിമനോഹരമായ കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് 2 വനിതകൾ, സോഫിയ പോൾ വൈസ് പ്രസിഡൻ്റായിട്ടും ഷർഗ എക്സിക്യൂട്ടീവിലും കയറിയിട്ടുണ്ട്. വനിതാ പ്രാതിനിധ്യം ഈ പ്രാവശ്യം കൂടുതലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പുതുതായിട്ട് അധികാരം ഏറ്റെടുക്കുന്ന അംഗങ്ങളെ ഞാൻ അധികാര കൈമാറ്റത്തിൽ ക്ഷണിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ എല്ലാം സുഹൃത്തും നമ്മുടെ എല്ലാം വഴികാട്ടിയുമായ ചെന്നൈയിൽ നിന്നും സൂപ്പർ ഗുഡ് ഫിലിംസ് ഏകദേശം 100 ചിത്രങ്ങൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലും കന്നഡത്തിലും നിർമ്മിച്ച ചൗധരി സാർ ഇന്ന് വോട്ട് ചെയ്യാനിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ വിജയിയുടെ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇനി ആരംഭിച്ച് ചെയ്യാൻ ആർട്ടിസ്റ്റുകളില്ലാന്ന് തോന്നുന്നു. മലയാളത്തിൽ കുറച്ചുപേര് മാത്രം ആരംഭിച്ചിട്ടുണ്ടെന്ന്. സാറിൻ്റെ മകനാണ് പ്രമുഖ താരം ജീവ. സാറിവിടെ എത്തിയിട്ടുണ്ട്. സാറിനൊരു ആദരവ് ഈ അസോസിയേഷൻ്റെ പേരിൽ നൽകുന്നു. സുരേഷ് സിയാർക്കാർ പ്ലീസ്. സാർ പ്ലീസ് സാർ. എനിക്ക് ചൗധരി സാറിനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. ചൗധരി സാറിനെ വളരെ സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന് നിങ്ങളെ കേട്ട് കാണുന്നുള്ളൂ. 100-ൽ പരം ചിത്രങ്ങൾ, 100-ൽ മേലെ ചിത്രങ്ങൾ സാറ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ഇതുവരെയാണെങ്കിൽ ഞാൻ പഴയ 80-കളിലേക്ക് പോവാണ്. എൻ്റെ ആദ്യത്തെ സിനിമ സാറാണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്. അന്ന് 82-ലെ 83-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം സാറ് ഓവർസീസ് ബിസിനസ്സിൽ നിന്ന് സാറ് പതുക്കെ 88-ലാവുമ്പോഴത്തേക്ക് സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങി 100-ൽ പരം സിനിമകൾ തമിഴിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം സാറ് ചെയ്യാത്ത ഒരു ലാംഗ്വേജും ഇല്ല. അത്രയ്ക്ക് പടങ്ങൾ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ് സാറ്. സാറ് ഇവിടെ വന്നിരിക്കുന്നത്, സാർ ഇവിടുത്തെ മെമ്പറാണ്. സാർ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നത് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് സാറ് രാവിലെ മുതൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം. ആ സിനിമയോടുള്ള സ്നേഹം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാറിൻ്റെ ഒരു മനസ്സ്, സാറിനോട്
ഇത് പറഞ്ഞ് നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ സാറ് 2 വാക്ക് പറയണം. எல்லாருக்கும் வணக்கம். வெற்றி பெற்ற அனைவருக்கும் என்னுடைய வாழ்த்துகள். 100 படம் சொன்னாங்கன்னா 100 படத்துல 2 படம் பாக்கி 99 படம் தான் போயிட்டு இருக்குங்க. சுரேஷை பற்றி சொல்லணும்னா எங்கள் எக்ஸிக்யூட்டிவ் ப்ரொடியூசர் அவர் நான் சரித்திர படம் எழுதும்போது இவர் தான் அந்த ஃபுல்லாக ஹெல்ப் பண்ணார் அந்த நேரத்தில். ஸோ எல்லாருக்கும் ஏதாவது என்னை இந்த இவ்வளோ என்னை മര്യാദ ചെയ്തதுக்கு என்னுடைய നന്ദിയെ தெரிவித்துக் கொள்கிறேன். வணக்கம். ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുവാണ്. വളരെയധികം സന്തോഷം. ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന വ്യക്തി ഇത്രയായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബാക്ക് ബോണായിട്ട് എന്നെ എല്ലാ സപ്പോർട്ടുകളും ചെയ്തിരുന്ന ആളാണ് ചൗധരി സാർ. ഞാൻ ചൗധരി സാറിനോട് പറഞ്ഞു, സാറ് വന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ഒരു പൈസയും സാറിന് തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. സാർ എനിക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്കൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും, ഇപ്പോൾ പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ഞാനായിക്കോട്ടെ, സുരേഷ് ചേട്ടനായിക്കോട്ടെ, സിയാദ് ആയിക്കോട്ടെ, ആൻഡ്രോ ചേട്ടനായിക്കോട്ടെ, എല്ലാവരും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ രഞ്ജിത്ത് ചേട്ടനായിക്കോട്ടെ, എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ടാണ്. സാറിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാവരുടെയും പേരിൽ മലയാള സിനിമയുടെ പേരിലുള്ള നന്ദി ഇപ്പം പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ. വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാതിരുന്ന 2 മെമ്പേഴ്സിന്, അതായത് അവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് 2 ഗുണ്ടകളെ ഈ ഇലക്ഷൻ പ്രമാണിച്ച് തിരഞ്ഞെടുത്തു. ഞാൻ സുരേഷ് കുമാർ. അപ്പോൾ ഇനി 3ാമതൊരാൾ ഞങ്ങൾ ലൈനിട്ട് വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരും. അല്ല, ഒരിക്കലുമല്ല, നമുക്ക് ആർക്കും ബാൻ ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥാനപ്പേര് തന്നതോടുകൂടി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ അത് ചെയ്തെന്ന് വിചാരിച്ച് തെറ്റില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് സോഫിയെ പോലും അതേമാതിരി നഴ്സറിലാണ് എൻ്റെ ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടിൻ്റെ കുടുംബത്തിലുള്ള അവരെ നമ്മളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇവിടെ. അവരെയൊക്കെ ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ കുടുംബത്തിൽ ആർക്കും ഇലക്ഷന് പോകണ്ട എന്നുള്ളതല്ല രണ്ടുപേരും. ഞങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സുരേഷൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. 189 എങ്ങാണ്ട് കിട്ടി. വളരെ ചരിത്ര വിജയം വന്നു. ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുള്ളത് ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് അപമാനിച്ച് തിരിച്ചു പോകണ്ടല്ലോ എന്ന് ഉള്ള ആ ഒരു ദേശത്തിനോട് നന്ദി പറയുന്നു. എനിക്കൊരു വാക്കിൽ നിങ്ങളോട് പുതിയ പറയുന്നത് ഹലോ ഒന്നേ പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് മലയാളത്തിൽ പ്രൊഡക്ഷൻ നടന്നു കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ വഴിപ്പോൾഡ് നമ്മളുടെ കണ്ടൻറ് ചാർജസ്. ആ കണ്ടൻറ് ചാർജസിന് നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെയധികം ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇവിടെ തിയേറ്ററിൽ നമ്മുടെ ഇതുണ്ട്. എല്ലാ തിയേറ്ററിലും അത് വെച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അപേക്ഷ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഞങ്ങളെ വിജയിപ്പിച്ച എല്ലാ മെമ്പേഴ്സിനും വന്ന മീഡിയ നിങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്. നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരോടും. അടുത്തതായിട്ട് സെക്രട്ടറി സംസാരിക്കും. ആദ്യമായിട്ട് ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ ഈ മെയിൻ ഒരു ഇതിൽ 2 പേര് എഗനിസ്റ്റായിട്ട് ഇവൻ ഉണ്ടായിരുന്നത്. എന്നാലും ഇവൻ കുഴപ്പമില്ല. ചായ അടിക്കാനായിട്ട് അറിയാവുന്ന ആളെ തന്നെ ചായക്കടി ഏൽപ്പിച്ചത് ഏതായാലും നന്നായി. കാരണം അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു കംപ്ലീറ്റ് പ്രൊഡ്യൂസറാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്തേക്ക് പലരും വരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനുള്ളിലുള്ള ആളുകളെല്ലാം നിർമ്മാതാക്കളായതുകൊണ്ടിട്ടാണ് ചായ അടിക്കാനായിട്ട് അറിയാവുന്ന ആളെ ഈ പദവിയിലേക്ക് ഏൽപ്പിച്ചത്, ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. വേറെ ഒന്നുമല്ല, ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞെന്നുള്ളൂ.
ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരെയും ആൻഡ്രോ ചേട്ടൻ മുമ്പേ പറഞ്ഞു ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ആൻഡ്രോ ചേട്ടൻ്റെ പ്രായമല്ല, ശകലോടെ എനിക്ക് കുറച്ചുകൂടെ പ്രായക്കുറവുള്ളതുകൊണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. എനിവേ അധികം വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. വിജയ് ബാബുവിന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് അദ്ദേഹം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും, അതായത് വിജയിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. എലിജിബിൾ ആയിട്ടുള്ളവരാണ് വിജയിച്ചിരുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതിൽ എലിജിബിൾ എന്ത് പറഞ്ഞു ഇത് എലിജിബിൾ ആയിട്ടുള്ളവർ മെമ്പേഴ്സ് വോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തെറ്റാണുള്ളത്. അപ്പം ഇലക്ഷന് നിൽക്കുന്നവരിൽ എലിജിബിൾ ആയിട്ടുള്ളവരാണ് വിജയിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ട് ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ടുള്ള 2 സ്ത്രീകൾ, അതായത് ഷെർഗയും സോഫിയ പോളും വിജയിച്ചു വന്നു. അത് മെമ്പേഴ്സിന് വിവരമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സോഫിയ പോളും ഷെർഗയും വിജയിച്ചു വന്നിരിക്കുന്നത്. നമ്പർ 1 ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇതെന്ന് പറഞ്ഞാൽ ബൈലോ എന്ന് പറയുന്ന ആശിക്ക് കൂടെ ഉണ്ടോ? എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വോട്ടവകാശമില്ല. അപ്പോൾ ഈ വിജയിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ഇവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വോട്ടവകാശം വേണ്ട. കാരണം ഞാൻ 23 സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ അമ്മയിൽ മെമ്പർ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ 2010 മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ ആവാഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അമ്മയിൽ വോട്ടവകാശമില്ലാത്ത അസോസിയേറ്റ് മെമ്പറാണ്. അപ്പം ബൈലോയിൽ ചെറിയ ചേഞ്ചുകൾ വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്ത ബൈലോയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വോട്ടവകാശത്തിന് ഞാൻ അർഹനാണ്. അതുകൊണ്ട് ഞാൻ അമ്മയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ ആക്ടറാണ്. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജും, അതുപോലെ തന്നെയാണ് നിവിൻ പോളിയും, അതുപോലെ തന്നെയാണ് ടോവിനോ തോമസ്. അപ്പം കൂടുതൽ അംഗങ്ങളെ നമുക്കിതിലേക്ക് അതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു സജഷൻ ഞാൻ ഈ പുതിയ കമ്മിറ്റിയിലേക്ക് വയ്ക്കുകയാണ്. അത് ആ ബൈലോയിലുള്ള ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം അങ്ങനെ അത് കൂടാതെ അടുത്ത ഇലക്ഷൻ നിങ്ങൾ ഭരിച്ചോളൂ. പക്ഷെ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഒരു യൂത്ത് പാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. ഞങ്ങൾ ഒരു പുതിയൊരു പാനലുമായിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ചില പോസ്റ്റുകൾ തന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.